ഫ്രണ്ട്സ്, അധികം ചേരുവകളൊന്നുമില്ല, രുചികരമായി നല്ല കുഴച്ച കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റും. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയായി ഈ കറി ഉണ്ടാക്കാൻ ആദ്യം കഴുകിയെടുത്ത ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് 2 പച്ചമുളക്, 2 തണ്ട് മല്ലിയില എല്ലാം കൂടി നല്ല ഫൈനായി അരച്ചെടുത്ത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇനി ആ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സബോളയും ഇട്ട് വഴറ്റിയെടുത്തിട്ട് മല്ലിപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി എല്ലാം ഒരു കൈയളവാണേ, എല്ലാം കൂടി മൂപ്പിച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇളക്കി വെച്ച് മൂടി വെക്കുക. ചിക്കനെ ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ, അതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്ന് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ, കശുവണ്ടി, പെരിഞ്ചീരകം ഇത്രയും വറുത്തെടുത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നും നല്ലതുപോലെ ചൂടായിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ തന്നെ മാത്രം ഉണ്ടാക്കുകയുള്ളൂ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഫ്രണ്ട്സ്, അധികം ചേരുവകളൊന്നുമില്ല, രുചികരമായി നല്ല കുഴച്ച കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റും. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയായി ഈ കറി ഉണ്ടാക്കാൻ ആദ്യം കഴുകിയെടുത്ത ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് 2 പച്ചമുളക്, 2 തണ്ട് മല്ലിയില എല്ലാം കൂടി നല്ല ഫൈനായി അരച്ചെടുത്ത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇനി ആ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സബോളയും ഇട്ട് വഴറ്റിയെടുത്തിട്ട് മല്ലിപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി എല്ലാം ഒരു കൈയളവാണേ, എല്ലാം കൂടി മൂപ്പിച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇളക്കി വെച്ച് മൂടി വെക്കുക. ചിക്കനെ ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ, അതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്ന് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ, കശുവണ്ടി, പെരിഞ്ചീരകം ഇത്രയും വറുത്തെടുത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നും നല്ലതുപോലെ ചൂടായിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ തന്നെ മാത്രം ഉണ്ടാക്കുകയുള്ളൂ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.